ഇന്ന് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് നോക്കാൻ പോകുന്നത്. തമിഴ്നാടിൻ്റെ തലസ്ഥാനം വരുന്നത് നമുക്കറിയാം ചെന്നൈയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ തെക്ക് കിഴക്കായി കാണുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് തമിഴ്നാടിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങൾ. തമിഴ്നാട് സംസ്ഥാനം രൂപം കൊണ്ടത് 1956 നവംബർ 1 തന്നെയാണ്. എന്നാൽ അന്നത്തെ പേര് മദ്രാസ് എന്നായിരുന്നു. ഭാഷാ അടിസ്ഥാന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ പ്രകാരം 1967 ജൂലൈ 17 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അണ്ണാദുരൈയുടെ നിർദ്ദേശപ്രകാരം മദ്രാസ് എന്ന പേര് മാറ്റി തമിഴ്നാട് എന്ന പേരിലേക്ക് ആക്കുകയായിരുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ തമിഴ്നാടിന് 10ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയുടെ ആകെ ശതമാനത്തിൻ്റെ 3.96% തമിഴ്നാട് സംസ്ഥാനം കവർ ചെയ്യുന്നു. തമിഴ്നാട്ടിൽ ആകെ 38 ജില്ലകളാണ് നിലവിലുള്ളത്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ജില്ല വില്ലുപുരവും ഏറ്റവും ചെറിയ ജില്ല ചെന്നൈയുമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. ഗവർണർ RN രവിയാണ്. കറണ്ട് അഫയേഴ്സ് വായിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് സുപ്രീം കോടതി വിധി പ്രകാരം ഒരു ബില്ല് നിയമമാകുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ പ്രധാന ഭാഷ തമിഴ് തന്നെയാണ്. തമിഴ്നാട്ടിലെ പ്രധാന ചില സ്ഥലങ്ങൾ ചെന്നൈ, മധുരൈ, കാഞ്ചീപുരം, മഹാബലിപുരം, ഊട്ടി, കൊടൈക്കനാൽ, രാമേശ്വരം, കന്യാകുമാരി, തഞ്ചാവൂർ എന്നിവയാണ്. തമിഴ്നാടിൻ്റെ പ്രധാന ഫെസ്റ്റിവൽ പൊങ്കലാണ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന ക്ലാസിക്കൽ നൃത്തരൂപം എന്നറിയപ്പെടുന്നത് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഭരതനാട്യമാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം കൂടിയാണ് ഭരതനാട്യം. കൂടാതെ പൊയ്ക്കാൽ കുതിരയാട്ടം, കുമ്മി, തെരുക്കൂത്ത് എന്നിവയും തമിഴ്നാട്ടിലെ നൃത്തരൂപങ്ങളാണ്. തമിഴ്നാടിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി നദി. പൊന്നയ്യാർ, താമരഭരണി, നൊയ്യൽ, കബനി തുടങ്ങിയവയും തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദികളാണ്. കാവേരി നദിക്ക് കുറുകെ കരിക്കാലച്ചോളൻ പണിത കല്ലണൈ ഡാമാണ് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഡാം. കല്ലണൈ അണക്കെട്ടിന് പുറമെ മേട്ടൂർ ഡാം, കൃഷ്ണഗിരി ഡാം, ആളിയാർ ഡാം എന്നിവയെല്ലാം തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധമായ ഡാമുകളാണ്. കേരള ബോർഡറിൽ പശ്ചിമഘട്ടത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട് ഒരു മഴനിഴൽ പ്രദേശമാണ്. അതോടൊപ്പം തന്നെ പൂർവഘട്ടം മലനിരകൾ അവസാനിക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ധാരാളം നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളുമുണ്ട്. അവയിൽ പ്രധാനം മുതുമലൈ നാഷണൽ പാർക്ക്, ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക്, ഗൾഫ് ഓഫ് മാന്നാർ, ഗിണ്ടി നാഷണൽ പാർക്ക് എന്നിവയാണ്. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ ചെന്നൈ എയർപോർട്ട്, കോയമ്പത്തൂർ എയർപോർട്ട്, മധുരൈ എയർപോർട്ട്, തിരുച്ചിറപ്പള്ളി എയർപോർട്ട് എന്നിവയാണ്. കടൽത്തീര ദൈർഘ്യത്തിൽ 2ാം സ്ഥാനത്തുള്ള തമിഴ്നാട്ടിലെ പ്രധാന ചില തുറമുഖങ്ങളാണ് ചെന്നൈ, കാമരാജ്, ചിദംബന്നാർ പോർട്ടുകൾ. ഇന്ത്യ അറിയപ്പെടുന്ന, ലോകമറിയപ്പെടുന്ന ധാരാളം പ്രമുഖ വ്യക്തികൾ തമിഴ്നാട്ടിൽ ജനിച്ചവരാണ്. അവയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമുക്കേവർക്കും പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം സാർ. അതിനോടൊപ്പം തന്നെ മ്യൂസിക് ഡയറക്ടറായ AR റഹ്മാൻ സാർ, സ്വാതന്ത്ര്യ സമര സേനാനി, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ C രാജഗോപാലാചാരി, ചെസ്സിൻ്റെ ദൈവമായ വിശ്വനാഥ് ആനന്ദ്, കണക്കിൻ്റെ മാന്ത്രികനായ ശ്രീനിവാസ രാമാനുജൻ, ഗൂഗിളിൻ്റെ CEO ആയ സുന്ദർ പിച്ചൈ, ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാറാം എന്നിവർ. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അനുവദിച്ച സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. ഇന്ത്യയിലാകെ 23 IITകളാണ് ഇതുവരെ ഉള്ളത്. അതിൽ 1ാം സ്ഥാനത്തുള്ള IIT ആണ് തമിഴ്നാടിൻ്റെ IIT ആയ മദ്രാസ് IIT. മദ്രാസ് IIT സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. തമിഴ്നാടിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് പങ്കുവച്ചത്. തുടർന്നുള്ള സ്റ്റേറ്റ്സിൻ്റെ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.